പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. മറ്റുള്ളവരുടെ വിമർശനങ്ങൾ കേൾക്കുമ്പോൾ ഉള്ളിൽ കോപമോ ദേഷ്യമോ തോന്നാറില്ലേ? ആ വാചകങ്ങൾ വീണ്ടും വീണ്ടും ഓർത്ത് ഉറക്കമില്ലാത്ത രാത്രികൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും വലിയ കാര്യങ്ങൾ ചെയ്തവർക്ക് പോലും വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അവരെങ്ങനെയാണ് അതിനെ മറികടന്നത്? വിമർശനങ്ങളെ ഭയപ്പെടാതെ തല ഉയർത്തി മുന്നേറാൻ സഹായിക്കുന്ന 3 രഹസ്യങ്ങൾ ഇവിടെ വെളിപ്പെടുത്താൻ പോവുകയാണ്. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പുതിയ കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ, അല്ലെങ്കിൽ ഒരു വലിയ സ്വപ്നത്തിന് പിന്നാലെ പോയാൽ ഏറ്റവും ആദ്യം നമ്മൾ കേൾക്കുന്ന കാര്യം എന്താണ്? ഇത് നിന്നെ കൊണ്ട് നടക്കുവോ? ഇതൊന്നും ശരിയാകില്ല. ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകൾ നമുക്ക് ചുറ്റുമുണ്ടാകും. പലപ്പോഴും വിമർശനങ്ങൾ കേട്ട് നമ്മൾ നമ്മുടെ സ്വപ്നങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിക്കാറുണ്ട്. എന്നാൽ ഒരു കാര്യം ഓർക്കുക, വിമർശനങ്ങൾ കേൾക്കാതെ ആരും ഈ ലോകത്ത് വിജയിച്ചിട്ടില്ല. അപ്പോൾ വിമർശനങ്ങളെ ഭയപ്പെടുകയാണോ വേണ്ടത്? അതോ അതിനെ നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കുകയാണോ വേണ്ടത്? ഇന്നത്തെ ഈ വീഡിയോയിൽ മറ്റുള്ളവരുടെ വിമർശനങ്ങളെ നമുക്കെങ്ങനെ വളരെ പോസിറ്റീവായി നേരിടാം, അതിൽ നിന്ന് എങ്ങനെ പാഠങ്ങൾ ഉൾക്കൊള്ളാം, ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായി നമ്മൾ സംസാരിക്കാൻ പോവുകയാണ്. വീഡിയോ അവസാനം വരെ കാണുക. ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇത് നിങ്ങളുടെ ജീവിത വീക്ഷണം തന്നെ മാറ്റുന്ന സന്ദേശമാണ്. വിമർശനങ്ങളെ നേരിടാൻ തുടങ്ങുന്നതിന് മുൻപ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിമർശകൻ ആരാണ് എന്ന് തിരിച്ചറിയുക എന്നതാണ്. എല്ലാ വിമർശനങ്ങളും ഒരുപോലെയല്ല. ചിലർ നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട്, നമ്മുടെ നന്മ ആഗ്രഹിക്കുന്നത് കൊണ്ട് തെറ്റുകൾ ചൂണ്ടിക്കാണിക്കും. ഇതിനെയാണ് നമ്മൾ ക്രിയേറ്റീവ് ക്രിറ്റിസിസം അല്ലെങ്കിൽ ഗുണപരമായ വിമർശനം എന്ന് പറയുന്നത്. അവർ പറയുന്നത് കേൾക്കണം, അതിൽ സത്യമുണ്ടെങ്കിൽ തീർച്ചയായും അത് തിരുത്തണം. എന്നാൽ രണ്ടാമതൊരു വിഭാഗമുണ്ട്. അവരുടെ ലക്ഷ്യം നമ്മെ തളർത്തുക എന്നത് മാത്രമാണ്. അസൂയ കൊണ്ടോ പക കൊണ്ടോ അല്ലെങ്കിൽ സ്വന്തം ജീവിതത്തിൽ ഒന്നും നേടാത്തതിന്റെ കുണ്ഠിതം തീർക്കാനോ അവർ നമ്മെ വിമർശിക്കും. ഇവരുടെ വിമർശനങ്ങൾക്ക് നമ്മൾ ഒരു വിലയും കൊടുക്കേണ്ടതില്ല. നിങ്ങളെ വിമർശിക്കുന്നത് ആരാണെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ. അവരോട് നിങ്ങൾക്ക് ബഹുമാനം തോന്നുന്നുണ്ടോ? അവർ നിങ്ങളുടെ മേഖലയിൽ എന്തെങ്കിലും നേടിയിട്ടുള്ളവരാണോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടിയാൽ അവരുടെ വാക്ക് ഗൗനിക്കണോ അതോ അവഗണിച്ചാൽ മതിയോ എന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാൻ കഴിയും. രണ്ടാമത്തെ കാര്യം, വിമർശനങ്ങളെ ഒരു വികാരമായി കാണാതെ ഒരു ഡാറ്റ അല്ലെങ്കിൽ വിവരമായി കാണാൻ ശ്രമിക്കുക. ഒരാൾ നിങ്ങളെ വിമർശിക്കുമ്പോൾ സ്വാഭാവികമായും നമുക്ക് സങ്കടമോ ദേഷ്യമോ ഒക്കെ തോന്നാം. ആ വികാരത്തെ ഒന്ന് മാറ്റിവെക്കുക. ഉദാഹരണത്തിന്, നീ ചെയ്യുന്ന ജോലി തീരെ മോശമാണ് എന്ന് ഒരാൾ നിങ്ങളോട് പറഞ്ഞെന്നിരിക്കട്ടെ. അവിടെ ആ വ്യക്തി ഉപയോഗിച്ച വാക്കുകൾ നിങ്ങളെ വല്ലാതെ വേദനിപ്പിച്ചേക്കാം. പക്ഷേ ആ വാക്കുകളെ മാറ്റി നിർത്തി അതിലെ ഉള്ളടക്കം പരിശോധിക്കുക. എന്തുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞത്? എന്റെ ജോലിയിൽ ഞാൻ വരുത്തിയ വീഴ്ച എന്താണ്? ഇങ്ങനെ ചിന്തിക്കുമ്പോൾ വിമർശനം ഒരു വേദനിപ്പിക്കുന്ന വാക്കായി മാറില്ല, മറിച്ച് നമ്മളെ മെച്ചപ്പെടുത്താനുള്ള ഒരു ഫീഡ്ബാക്കായി മാറും. മിക്കവാറും വിമർശനങ്ങളിൽ ചെറിയൊരു അംശമെങ്കിലും സത്യം ഒളിഞ്ഞിരിപ്പുണ്ടാകും. അത് കണ്ടെത്താൻ ശ്രമിക്കുക, അല്ലാത്ത ഭാഗം വിട്ടുകളയുക. അങ്ങനെ ചെയ്യുമ്പോൾ ആരും നിങ്ങളെ വേദനിപ്പിക്കില്ല. പകരം അവർ തരുന്ന വിവരങ്ങൾ വെച്ച് നിങ്ങൾ കൂടുതൽ മിടുക്കനായി മാറും, മിടുക്കിയായി മാറും. അവസാനമായി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിന്റെ കടിഞ്ഞാൺ എപ്പോഴും നിങ്ങളുടെ കൈകളിൽ തന്നെ ആയിരിക്കണം. മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് വേണ്ടി നിങ്ങളുടെ തീരുമാനങ്ങൾ നിങ്ങൾ മാറ്റരുത്. നിങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്ന് നിങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ടെങ്കിൽ പിന്നെ ആരുടെ മുമ്പിലും നിങ്ങൾ മറുപടി പറയേണ്ട ആവശ്യമില്ല. ലോകത്ത് വലിയ കാര്യങ്ങൾ ചെയ്ത ആരെയും എല്ലാവരും അംഗീകരിച്ചിട്ടില്ല. നിങ്ങളെ വിമർശിക്കുന്നവർക്ക് നിങ്ങളെക്കുറിച്ചൊരു അഭിപ്രായം മാത്രമേ ഉള്ളൂ. അതൊരു സത്യമല്ല. നിങ്ങൾ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് വിമർശനങ്ങൾ വരുന്നത്.
നിശ്ചലമായി നിൽക്കുന്ന ഒരാളെയും ആരും വിമർശിക്കില്ല. നിങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ വഴിയിൽ കല്ലുകൾ എറിയപ്പെടുന്നത് സ്വാഭാവികമാണ്. കല്ലെറിഞ്ഞവർ തളരട്ടെ. നിങ്ങൾ നിങ്ങളുടെ യാത്ര മുൻപോട്ട് തന്നെ പോവുക. നിങ്ങളുടെ ലക്ഷ്യത്തിൽ മാത്രം കണ്ണു നട്ടിരിക്കുക. അപ്പോൾ വിമർശനങ്ങൾ ഒരു ചെറിയ ശബ്ദം മാത്രമായി മാറും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഇനി ആരെങ്കിലും നിങ്ങളെ വിമർശിക്കുമ്പോൾ നിങ്ങൾ തല കുനിക്കേണ്ടതില്ല. മറിച്ച് തല ഉയർത്തി നിന്ന് അതിലെ സത്യം മാത്രം സ്വീകരിക്കുക. ബാക്കി അർഹിക്കുന്ന അവഗണനയോടെ വിട്ടുകളയുക. വിമർശനം എന്നത് നിങ്ങളുടെ വിജയത്തിലേക്കുള്ള യാത്രയിലെ വെറും ചെറിയൊരു തടസ്സം മാത്രമാണ്. അത് തകർത്ത് മുൻപോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കും. പ്രിയ സുഹൃത്തുക്കളെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. വിമർശനങ്ങളെ നിങ്ങൾ എങ്ങനെയാണ് നേരിടാറുള്ളത് എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കാൻ ഞാൻ കാത്തിരിക്കുന്നു. ഇതുപോലെയുള്ള പോസിറ്റീവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.